ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നാളികേരത്തിൻ്റെ വെള്ളം, തേങ്ങാക്കൊത്ത്, ചൈന ഗ്രാസ്, പാല്, ഇതൊക്കെ കേട്ടോ വേണ്ടത്. ഇനി നമ്മൾ നാളികേരത്തിൻ്റെ വെള്ളത്തിലേക്ക് ചൈന ഗ്രാസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നാളികേരത്തിൻ്റെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. നാളികേരം തിളച്ച് വരുന്ന സമയത്താണ് കേട്ടോ, നാളികേരത്തിൻ്റെ വെള്ളം തിളച്ച് വരുന്ന സമയത്താണ് ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. 10 ഗ്രാം ചൈന ഗ്രാസാണ് കേട്ടോ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. തോനിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ജെല്ലിയായി, നല്ലോണം ജെല്ലിയായി പോകും കേട്ടോ. നമ്മൾ ആ പാകത്തിന് ഇട്ടാൽ അത് നല്ല ക്യൂബ്സ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ നമ്മൾ ചൈന ഗ്രാസ് നല്ല രീതിക്ക് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതപ്പോൾ തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ അരിച്ചിട്ട് നമ്മൾ ക്യൂബ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ അരിച്ചിട്ട് ഓരോ പാത്രത്തിലുമായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ കുറച്ച് അടുപ്പത്ത് വെള്ളം എടുത്തിട്ട് സേമിയവും പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്നത് വേവിക്കണം കേട്ടോ. വയറ് പെട്ടെന്ന് തന്നെ ഫില്ലാവാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് കുറച്ച് പാൽ നമ്മൾ ഒഴിച്ച് കൊടുക്കണം. പാൽ നിങ്ങൾക്ക് എത്രയും വേണ്ട അതിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പാല് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം കേട്ടോ. നേരത്തെ എടുത്തത് കോൺഫ്ലവർ ആണ് കേട്ടോ. തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇപ്പോഴല്ല, തിളച്ച് വരുന്ന ആ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വെള്ളം ഒഴിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ട്, വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് എന്നിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ അതാ അങ്ങനെ തിളച്ച് വരുന്നുണ്ട്. പാലൊക്കെ കുറവുണ്ടെങ്കിൽ അത് അനുസരിച്ചിടാൻ. മധുരം തിക്കാവാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ യൂസ് ചെയ്യുന്നത്. അത് ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുള്ളത്, പാലൊഴിച്ച് വീണ്ടും കൊടുത്തിട്ടുള്ളത്. ഇത് കസ്കസും ചിയാ സീഡും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നല്ല ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് നമുക്കിതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ചൈന ഗ്രാസ് ഇട്ട നാളികേര വെള്ളം ഇതേമാതിരി ക്യൂബ്സ് ചെയ്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു കോൺഫ്ലവറൊക്കെ ഇട്ട് സേമിയോ പാലിലേക്ക് നമ്മൾ ഇത് ഒഴിച്ച് കൊടുക്കണം. വേനൽക്കാലത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചില്ലാക്കി യൂസ് ചെയ്യാനാണ് കേട്ടോ ഇത് പറ്റുക. അല്ലാത്ത സമയത്ത് നമ്മളിത് പുറത്ത് വെച്ചാലും മതി, തണുപ്പുണ്ടെങ്കിൽ കേട്ടോ. നമ്മൾ ടെമ്പറേച്ചറിനനുസരിച്ച് അത് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി. ബൈ, അസ്സലാമു അലൈക്കും.